Good afternoon, ma'am. Good afternoon. Good Good afternoon. afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ഓക്കെ, സൈൻ ഇൻ ഉണ്ടോ? സൈൻ ഇൻ Prayer ആണ് ma'am. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. Good morning, ma'am. Good afternoon, ma'am. Good afternoon, my dear friends. Myself, Shanimon. Prayer. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing we need. Mercies around us are falling, but for the showers we plead. But for the showers we plead. But for the showers we plead. Thanks. ഓക്കെ, Sign in, ma'am. Good afternoon, ma'am and friends. Myself, I am Sargara JSP. I thrilled to welcome you all to today's live class. I am very happy to be here today. I learn and grow together. A classroom experience that I really enjoyed. Teachers help us in learning new things. It is a place where we make friends, share ideas, and learn new things together. It is where I feel happy and motivated to do my best. Let's begin our class with thought and action song. Welcome Anne Mary for thought, action song for Laura. Thank you, ma'am. Good afternoon, ma'am, and my dear friends. Myself, Shamina Eskan. Thought പറയാൻ പോവാണ്. Confidence and hard work is the best medicine to kill the disease called failure. It will make you a successful person. By APJ Abdul Kalam. ആത്മവിശ്വാസവും കഠിനാധ്വാനവുമാണ് പരാജയമെന്ന രോഗത്തെ കൊല്ലാനുള്ള ഏറ്റവും നല്ല മരുന്ന്. അത് നിങ്ങളെ ഒരു വിജയകരമായ വ്യക്തിയാക്കി മാറ്റും. താങ്ക് യു, മാം. Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ. സീന. Yes, miss. ആക്ഷൻ സോങ് ഉണ്ടോ? ആക്ഷൻ സോങ് ആരാണ്? Yes, ma'am. ഓക്കെ. ഷഹാന. Today we are learning to a healthy habit song. Early to bed, early to rise. Wish good morning, wish good night. Follow good habits, be a good child. Follow good habits, be a good child. Bath every day, brush your teeth, comb your hair and cut your nails. Follow good habits, be a good child. Follow good habits, be a good child. Go wash your hands before and after meal. Fight with germs and keep yourself clean. Follow good habits, be a good child. Follow good habits, be a good child. Thank you, ma'am. വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെ മോള് കൊളാക്കി.
കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ഡ്രാമ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? നിങ്ങളുടെ ക്ലാസ് തന്നെയല്ലേ ഡ്രാമ? ആണോ? അല്ല. ഓക്കെ, അപ്പൊ വേറെ ഏതെങ്കിലും ബാച്ച് ആയിരിക്കും. അപ്പൊ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. യെസ് മിസ്. എവിടെ വെച്ചായിരുന്നു നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെ കഴിഞ്ഞ ക്ലാസ്സില്? എന്താ? ഇമ്മ്യൂണൈസേഷൻ. ഡിഫ്തീരിയ പറഞ്ഞായിരുന്നു. ഡിഫ്തീരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഡിഫ്തീരിയയുടെ സിംറ്റംസ് ആയിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലേ? അല്ലേ, സിംറ്റംസ് അല്ലേ? യെസ് മാം. ആ, ഓക്കെ. അപ്പോ ഡിഫ്തീരിയക്ക് നമ്മള് കൊടുക്കുന്ന വാക്സിൻ ഏതാണ്? വാക്സിൻ? DPT. DPT വാക്സിൻ. അത് ഡിഫ്തീരിയക്ക് മാത്രമല്ല, നമ്മൾ പെർട്ടൂസിസിന് കൊടുക്കും, അതുപോലെ ടെറ്റനസ്, ഈ 3 രോഗങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന വാക്സിൻ ആണ് DPT വാക്സിൻ. DPT ഷോർട്ട് എന്നാണ് പറയാ കേട്ടോ. അപ്പോ എങ്ങനെയാണ് DPT വാക്സിൻ കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ജനിച്ചു കഴിഞ്ഞാല് കുഞ്ഞിന് 6th വീക്ക്, കുഞ്ഞിന്റെ 6ാമത്തെ ആഴ്ചയില് കൊടുക്കുന്നതാണ് ഒരു ഡോസ്. ദെൻ 10th വീക്ക്, 10 ആഴ്ച പ്രായമാകുമ്പോൾ കൊടുക്കും. ദെൻ 14th വീക്ക്, 14 ആഴ്ച പ്രായമാകുമ്പോൾ കൊടുക്കാറുണ്ട്. അപ്പൊ ഈ 3 ഡോസിനെയും കൂടി ചേർന്ന് പറയുന്നതാണ് DPTയുടെ പ്രൈമറി ഡോസ്. ഓക്കെ, അപ്പോ 6th വീക്ക്, 10th വീക്ക്, ദെൻ 14th വീക്ക്, ഇതിന് എന്താ പറയാ? DPT പ്രൈമറി ഡോസ് എന്നാ പറയാ. ഓക്കെ, ദെൻ അതിനുശേഷം ആഫ്റ്റർ എന്താ പറയാ, ഒരു 1.5-2 വയസ്സിനിടയില്, 4-നും 5 വയസ്സിനും ഇടയില്, 12-14 വയസ്സിനിടയില് DPTയുടെ ഷോട്ട് കൊടുക്കാറുണ്ട്. അതിനെ DPTയുടെ ബൂസ്റ്റർ ഡോസ് എന്നാണ് പറയാ. അപ്പൊ പ്രൈമറി ഡോസ് വേറെയാണ്, ബൂസ്റ്റർ ഡോസ് വേറെയാണ്. 2 സ്റ്റേജുകളിലായിട്ടാണ് ഇത് കൊടുക്കുന്നത്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ കൊടുക്കുന്നതിനെ പ്രൈമറി ഡോസ് എന്നും 2ാം ഘട്ടത്തിൽ കൊടുക്കുന്നതിനെ ബൂസ്റ്റർ ഡോസും എന്നാണ് പറയാ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡിഫ്തീരിയ കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ മലപ്പുറം എടുക്കാം നമുക്ക്. മലപ്പുറത്ത് ഇടയ്ക്കിടയ്ക്ക് ഡിഫ്തീരിയ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. മലപ്പുറത്തുള്ളവർ ആരെങ്കിലും ഉണ്ടോ? മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഡിഫ്തീരിയ റിപ്പോർട്ട് ചെയ്യാറുണ്ടോ അവിടെ? കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാന് അങ്ങനെ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല അല്ലെ? ഒരു 3-4 വർഷം മുമ്പ് ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഡിഫ്തീരിയ, മലപ്പുറത്ത് ഡിഫ്തീരിയ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഡിഫ്തീരിയ റിപ്പോർട്ട് ചെയ്യുന്ന, ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലമാണെങ്കിൽ 10 വർഷം കൂടുമ്പോൾ എന്താ പറയാ, ഈ സർക്കാർ, ഗവൺമെന്റ് നേതൃത്വം കൊടുത്ത്, അവർക്ക് സൂപ്പർവിഷൻ കൊടുത്തിട്ട് ഇതിന്റെ വാക്സിൻ ഇടയ്ക്ക് ഈ 10 വർഷം കൂടുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് കൊടുക്കാറുണ്ട്. ഈ രോഗം ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ആ സ്ഥലമാണെങ്കിൽ മാത്രം അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ത്രോട്ടിലെ സ്വാബ് എടുത്തിട്ടാണ്, തൊണ്ടയിലെ സ്രവം എടുത്തിട്ടാണ് ഈ ഒരു ഡിഫ്തീരിയ ടെസ്റ്റ് ചെയ്യുന്നത്. ഡോക്ടർക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി അറിയാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? പ്രൈമറി സിംറ്റം എന്താണ്? ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിംറ്റം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എന്താണ്? തൊണ്ടയിലൊരു പാട പോലെ, തൊണ്ടയില് ഒരു വെള്ള, ഒരു വൈറ്റ് കളറിലുള്ള ഒരു പാട പോലെ കാണപ്പെടുന്നതായിരിക്കും അല്ലെ? അപ്പോ ഡിഫ്തീരിയ ആണെന്ന് ഉറപ്പിക്കാം. ഇനി ആ ഒരു പാടില്ലെങ്കിൽ, ആ ഒരു സിംറ്റം ഇല്ലെങ്കിൽ, വേറെ ലക്ഷണങ്ങൾ, സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ത്രോട്ടിൽ എന്ത് ചെയ്യാം? സ്വാബ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെയും ഡിഫ്തീരിയ നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന് ആന്റി ടോക്സിൻ ട്രീറ്റ്മെന്റ് ഉണ്ട്, ആന്റിബയോട്ടിക്സുകൾ ലഭ്യമാണ്. ഇത് രോഗം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്സ് കൊടുക്കും രോഗിക്ക്. അത് IV ആയിട്ടോ IM ആയിട്ടോ ആണ് കൊടുക്കുക. അതുപോലെ തന്നെ പെൻസിലിൻ, എറിത്രോസയാമിൻ എന്ന് പറയുന്ന ടാബ്ലറ്റുകൾ, മരുന്നുകളൊക്കെ രോഗികൾക്ക് കൊടുക്കാറുണ്ട്. ഇൻ കേസ് ഒരു ഡിഫ്തീരിയ കുട്ടിയുമായിട്ട് നമ്മൾ ഇടപെടുകയാണെങ്കിൽ, അതായത് നമ്മൾ ഇന്ററാക്ട് ചെയ്യുവാണ്, ഒരു ഡിഫ്തീരിയ പിടിപെട്ട് നമ്മൾ അറിയുന്നില്ല, ഒരു കുട്ടിക്ക് ഡിഫ്തീരിയ ആണ് പക്ഷെ നമ്മൾ അറിയുന്നില്ല, ആ കുട്ടിയുടെ ബർത്ത്ഡേ ആണെന്ന് വിചാരിക്കുക. അപ്പോ ഡിഫ്തീരിയ ആ കുട്ടിക്ക് ഉണ്ട് പക്ഷെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല.
ഡയഗ്നോസ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മള് കുട്ടിയുമായിട്ട് ഇന്ററാക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. കുട്ടി തന്ന കേക്ക് നമ്മൾ കഴിച്ചു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ഷൻ വന്നു. അങ്ങനത്തെ സമയത്ത് നമ്മള് ബർത്ത്ഡേ ഫംഗ്ഷൻ തിരിച്ചു പോന്നു, വീട്ടിലെത്തി. പിറ്റേ ദിവസമാണ് അറിയുന്നത് കുട്ടിക്ക് ഡിഫ്തീരിയ ആണെന്ന് നമ്മൾ അറിയുന്നത്. ആ ഒരു ഇതില് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാല് സാധാരണ കേസിൽ എറിത്രോസയാം എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട്. അത് 10 ദിവസം നമ്മൾ 10 ഡേയ്സ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ രോഗത്തെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഒരു കുട്ടിയുമായിട്ട് ഡിഫ്തീരിയ ഡയഗ്നോസ് ചെയ്തൊരു കുട്ടിയുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്തു, പിന്നീടാണ് നമ്മൾ അറിയുന്നത് ആ കുട്ടിക്ക് ഡിഫ്തീരിയ ആണെന്ന് അറിയുന്നത്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ടാബ്ലറ്റ് കൊണ്ട് നമുക്ക് ഏകദേശം എന്ത് ചെയ്യാം, ഒരു 90% നമുക്ക് എന്ത് ചെയ്യാം, ഈ രോഗത്തെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഡിഫ്തീരിയയെ കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അടുത്തത് ഏതാണ് ഡിസീസ്, ഏതാണ് ഡിഫ്തീരിയ കഴിഞ്ഞിട്ട്? പെർട്ടൂസിസ്. എന്താണ്? വൂഫിംഗ് കഫ് എന്ന് പറയും അല്ലെ. പെർട്ടൂസിസ് എന്ന് പറഞ്ഞാല് വില്ലൻ ചുമ. ഓക്കെ, കേട്ടിട്ടുണ്ടോ നിങ്ങള്? പെർട്ടൂസിസ് അഥവാ വില്ലൻ ചുമ വന്നിട്ടുണ്ടോ? ആർക്കെങ്കിലും പെർട്ടൂസിസ് വന്നിട്ടുണ്ടോ? ഉണ്ട്, വന്നിട്ടുണ്ട്. അതായത് ഇല്ല, വന്നിട്ടില്ല അല്ലെ. നമ്മള് കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് ഇത് പെർട്ടൂസിസ് എന്ന് പറയുന്നത്. കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ഡിസീസ് ആണ് പെർട്ടൂസിസ്. ചെറിയ ചുമയിൽ തുടങ്ങി പിന്നെ വളരെ വലിയ രീതിയിൽ നിർത്താതെ ചുമയ്ക്കുകയും ഒടുവിൽ ചുമച്ച് ഛർദിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അതായത് നമ്മള് ചുമച്ച് ഛർദിക്കുമ്പോൾ ചോര കാണപ്പെടും, ബ്ലഡ് വൊമിറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ചെറിയ രീതിയിലുള്ള ചുമയായിട്ടായിരിക്കും തുടങ്ങുക. പിന്നീട് എന്ത് ചെയ്യും, കുട്ടി നിർത്താതെ ഇങ്ങനെ ചുമച്ചുകൊണ്ടേയിരിക്കും. 100 ദിവസത്തെ ചുമ എന്ന് ഇതിനറിയപ്പെടുന്നുണ്ട് കേട്ടോ. 100 ഡേയ്സ് കുട്ടി എന്ത് ചെയ്യും, ചുമച്ചുകൊണ്ടേയിരിക്കും, ചുമ മാറില്ല. ഓക്കെ, ചെറിയ രീതിയിലായിരിക്കും ചുമ തുടങ്ങുക, വലിയ രീതിയിൽ അവസാനിച്ച് ചുമച്ച് ഛർദിക്കുകയാണ് ചെയ്യുന്നത്. ബോർഡെല്ല പെർട്ടൂസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഈ ഒരു പെർട്ടൂസിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത് കേട്ടോ. ബോർഡെല്ല പെർട്ടൂസിസ്. ഏതാണ്? ബോർഡെല്ല പെർട്ടൂസിസ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാല് നേരിയ പനി ഉണ്ടാവും, ഫീവർ ഉണ്ടാവാം, പിന്നെ മൂക്കൊലിപ്പ്, മൂക്കിന്ന് വെള്ളം വരിക, പിന്നെ ശ്വാസം മാം ഒന്നും കൂടെ പറയോ ബാക്ടീരിയയുടെ പേര്? ബോർഡെല്ല പെർട്ടൂസിസ്. ബോർഡെല്ല പെർട്ടൂസിസ്. PORTELL. കേൾക്കാൻ മാം. POR. ഓക്കെ. BORDELLA. ബോർഡെല്ല. ഓക്കെ, ബോർഡെല്ല പെർട്ടൂസിസ്. ഓക്കെ മാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു നേരിയ പനി ഉണ്ടാകും, പിന്നെ മൂക്കൊലിപ്പ്, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ ബ്രീത്ത് ചെയ്യൂലേ, അപ്പോ വലിയ രീതിയിൽ ഒച്ച ഉണ്ടാവും. നമ്മളിപ്പോ ശ്വാസം മുട്ടിപ്പോ ആസ്മ രോഗികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അവരൊക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരൊക്കെ ശ്വാസം വലിക്കുമ്പോൾ വിസിലടിക്കുന്ന പോലെ ശബ്ദം ഉണ്ടാകാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? അപ്പൊ ആരെങ്കിലും വീട്ടിൽ ആസ്മ രോഗികൾ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. എങ്ങനെയാണ്, പ്രായമായവരൊക്കെ അങ്ങനെയാണ്, ഭയങ്കരമായിട്ട് അവര് ശ്വാസം എടുക്കുമ്പോൾ വിസിലടിക്കുന്ന പോലെ ഒരു സൗണ്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു സൗണ്ട് ഇതിനുണ്ടാകും. അതുപോലെ ശരീരം ബ്ലൂ കളറിലായിരിക്കും ഉണ്ടായിരിക്കുക. ബോഡിയുടെ കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ കളറായിരിക്കും. അതും ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സിംറ്റം ആയിട്ട് പറയാം. പിന്നെ 1 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതിന്റെ സിവിയറിറ്റി കൂടുതലാണ്. ഭയങ്കര ചുമയായിരിക്കുമല്ലോ കുഞ്ഞുങ്ങൾ. നിങ്ങൾ ഓർത്ത് നോക്കിയൊന്ന്, 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാകുമ്പോ എത്രത്തോളം ഉണ്ട് അവര്, കുഞ്ഞുങ്ങളല്ലേ. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക, ചുമച്ച് അവശതയും കുഞ്ഞുങ്ങൾ. അപ്പൊ ആ ഒരു ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ചുമ ഇങ്ങനെ നിർത്താതെയുള്ള ചുമ കാരണം ബ്രെയിനില് ബ്ലീഡിങ് ഉണ്ടാവുകയും രോഗം അതിന്റെ സിവിയറിറ്റി കൂടുകയും ചെയ്യുന്നു, രോഗം തീവ്രമാവുകയും ചെയ്യുന്നു കേട്ടോ. ഭയങ്കര ചുമ കാരണം ബ്രെയിനിൽ എന്തുണ്ടാവുന്നു, ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവും. ഓക്കെ, നമുക്കറിയാലോ, നമ്മൾ ഭയങ്കരമായിട്ട് ചുമക്കുമ്പോൾ നമ്മുടെ തലച്ചോറ്, ഈ തലയുടെ ഈ ഭാഗമൊക്കെ ഭയങ്കരമായിട്ട് വലിയുന്നത് കാണാം, ഭയങ്കര കനം അല്ലെങ്കിൽ ഭയങ്കര വേദന അനുഭവപ്പെടുന്നത് കാണാം ഭയങ്കര ചുമയാണെങ്കിൽ. അപ്പൊ ആ ഒരു ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കണ്ണിൽ ചിലപ്പോ ബ്ലഡ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കണ്ണിന്റെ അവിടെ ബ്ലഡിന്റെ ആ ഒരു അംശം കാണാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മുടെ ബോഡിയിൽ ചില സ്ഥലത്ത് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ രോഗം മൂർച്ഛിക്കുമ്പോൾ അല്ലെങ്കിൽ രോഗം തീവ്രമാകുമ്പോൾ വെന്റിലേറ്റർ ചികിത്സയാണ് രോഗിക്ക് നമ്മൾ കൊടുക്കുക. വെന്റിലേറ്റർ ചികിത്സ കൊടുക്കാറുണ്ട്. പിന്നെ രോഗി മൂക്ക് ചീറ്റുമ്പോഴും അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴൊക്കെ നമുക്ക് രോഗം പകരാവുന്നതാണ്. കൂടുതലും ഇത് ഇന്ത്യയില് കൂടുതൽ കാണപ്പെടുന്നത് ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കാണ് കൂടുതലായിട്ട് ഈ ഒരു രോഗം കണ്ടുവരുന്നത് കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ താഴ്ന്ന നിലവാരമുള്ള, അതായത് ഭയങ്കരമായിട്ട് ലോ ആയിട്ടുള്ള ഒരു വേ ഓഫ് ലിവിങ്ങിലാണ് അവർ ജീവിക്കുന്നത് അല്ലെ, ചേരി പ്രദേശങ്ങളിലൊക്കെ. അപ്പോ സ്ട്രീറ്റുകളിൽ താമസിക്കുന്ന, അപ്പോ അത്തരത്തിലുള്ള കുട്ടികൾക്കാണ് കൂടുതലായിട്ട് ഈ രോഗം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 7 to 14 days ആണ്. 7 തുടങ്ങി 14 ദിവസം വരെയുള്ള കാലയളവാണ് ഇത് രോഗത്തിന്റെ എന്താ പറയാ ആ ഒരു ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബോർഡല്ല പെർട്ടൂസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ നമ്മുടെ മൂക്ക് മുതല് നമ്മുടെ ലങ്സ് ഉണ്ടല്ലോ അതുവരെ ഈ ഒരു ബാക്ടീരിയ പറ്റിപ്പിടിക്കുന്നു. രോഗത്തിന്റെ ആ ഒരു ഇൻക്യുബേഷൻ പീരീഡില് നമ്മുടെ മൂക്ക് തുടങ്ങി, നോസ് തുടങ്ങി നമ്മുടെ ലങ്സ് വരെ, ശ്വാസനാളി വരെ ഈ ഒരു ബാക്ടീരിയ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ സിവിയറിറ്റി കൂടാനുള്ള കാരണം. കാരണം ഈ ബാക്ടീരിയ എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ചുമച്ച് ലാസ്റ്റ് രോഗി ചുമച്ച് ഛർദ്ദിക്കുകയാണ് ഉണ്ടാവുന്നത് കേട്ടോ. പിന്നെ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ്, അതായത് ഈ രോഗം വന്നു കഴിഞ്ഞാല് ആളുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ആൾക്ക് പനിയും ജലദോഷം ഉണ്ടാകും. സെക്കൻഡ് സ്റ്റേജിലാണ് ചുമ വരുന്നത്. ഇനി തേർഡ് സ്റ്റേജ് ആവുമ്പോൾ ശരീരത്തിൽ ചുവന്ന പാടുകൾ കാണാനായിട്ട് പറ്റും. റെഡ് ആയിട്ടുള്ള ഡ്രോപ്സുകൾ ശരീരത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ ചുമയാണ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ പനിയും ജലദോഷമാണ് ഉണ്ടാവുന്നെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ ചുമ ഉണ്ടാവും. മാം ഒന്ന് നിർത്തി പറയോ, എഴുതിയെടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ. സ്പീഡ് കൂടുതലാണ്. അതെയോ, സ്പീഡ് കൂടുതലാണോ? ഓ, എഴുതിയെടുക്കാൻ പറ്റുന്നില്ല. ഫസ്റ്റ് സ്റ്റേജില് പനിയും ജലദോഷമാണ് ഉണ്ടാവുക കേട്ടോ. ഫസ്റ്റ് സ്റ്റേജില് പനിയും ജലദോഷവും ഉണ്ടാകുന്നു. സെക്കൻഡ് സ്റ്റേജില് ചുമ ഉണ്ടാകുന്നു. ദെൻ തേർഡ് സ്റ്റേജില് ശരീരത്തില് ചുവന്ന പാടുകൾ കാണപ്പെടാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ത്രോട്ടിൽ നിന്നുള്ള സ്വാബ് എടുത്തിട്ടാണ് നമ്മൾ ഇത് ഡയഗ്നോസ് ചെയ്യുക. രോഗം ടെസ്റ്റിന് കൊടുക്കുക. തൊണ്ടയിൽ നിന്നുള്ള സ്വാബ് എടുത്തിട്ടാണ് ടെസ്റ്റിന് നമ്മൾ വിധേയമാക്കുക. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പെന്റാവാലന്റ് ട്രീറ്റ്മെന്റ്, പെന്റാവാലന്റ് വാക്സിൻ കൊടുക്കാറുണ്ട്, DTP കൊടുക്കാറുണ്ട്, അതുപോലെ DTAP എഴുതാൻ പറ്റുന്നുണ്ട്. പെന്റാവാലന്റ് വാക്സിൻ, അതുപോലെ DTP വാക്സിൻ, അതുപോലെ തന്നെ DTAP, നമ്മൾ ടാപ്പ് ഉണ്ടല്ലോ, പെന്റാവാലന്റ് വാക്സിൻ, PENTAVALENT പെന്റാവാലന്റ് വാക്സിൻ. ഓക്കെ. അപ്പൊ കുട്ടികളിലാണ് നമ്മൾ ഈ പെന്റാവാലന്റ്, DTP, അതുപോലെ DTAP എന്നീ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നത്. ഇനി മുതിർന്നവർക്കാണ് ഈ രോഗം വരുന്നതെങ്കിൽ TDAP ആണ് കൊടുക്കുന്നത് കേട്ടോ. TDAP നമ്മൾ നേരത്തെ തിരിച്ചിട്ടാ മതി ഇതിനൊന്ന്. TDAP, ക്യാപിറ്റൽ ലെറ്റർ D ഇടാ, എന്നിട്ട് DAP, TDAP. ഇത് മുതിർന്നവർക്കാണ് കേട്ടോ കൊടുക്കുന്നത്. TDAP മുതിർന്നവർക്ക്, മറ്റത് 3 എണ്ണം അഡൽറ്റിനാണ് കൊടുക്കുന്നത്. TDAP മുതിർന്നവർക്ക് കേട്ടോ, മറ്റത് 3 മുതിർന്നവർക്ക് പറഞ്ഞെന്താ മാം?
മുതിർന്നവർക്ക് ടി ഡാപ്പ്. മീനിങ് മെസ്സേജ് ഇടാം, അതാണ് കൂടുതൽ നല്ലത്. മെസ്സേജ് ഇടാം കേട്ടോ. മുതിർന്നവരുടെയാണ് ഞാനിപ്പോ മെസ്സേജ് ഇടുന്നേ. ഓക്കെ, ഇറ്റ് മീൻസ് അഡൽട്ട്, മുതിർന്ന ആൾ. അഡൽട്ട്. ടി ഡാപ്പ് കേട്ടോ, ഞാൻ ഇട്ടിട്ടുണ്ട് ടി ഡാപ്പ്. കുട്ടികൾക്കാവുമ്പോ ഡി ടാപ്പ്. കുട്ടികൾക്ക് എന്താണ് ഡി ടാപ്പ്. ഓക്കെ, രണ്ടും കൂടെ വ്യത്യാസം, പേരിന് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത്രയുമാണ് എന്ത് പെർട്ടൂസിസിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. അപ്പൊ ആ സിംറ്റംസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഫസ്റ്റ് സ്റ്റേജിൽ പനി ജലദോഷമാണ് ഉണ്ടാവുക. സെക്കൻഡ് സ്റ്റേജിൽ ചുമ ഉണ്ടാകും. തേർഡ് സ്റ്റേജിൽ ശരീരത്തില് റെഡ് കളറിലുള്ള റാഷസ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ പെർട്ടൂസിസ് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ, വന്നിട്ടുണ്ടോ? ഫാമിലിയിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ നെയ്ബേഴ്സിനോ ഫ്രണ്ട്സിനോ പെർട്ടൂസിസ് വന്നതായിട്ട് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? വില്ലൻ ചുമ എന്ന് പറയും, വില്ലൻ ചുമ. ഇല്ല? നിങ്ങളുടെ ബാച്ചിൽ മാത്രമാണ് ആർക്കും ഇല്ലാത്ത കേട്ടോ. ബാക്കി എല്ലാ ബാച്ചിനും അവർക്ക് ഓരോന്നും പറയാനുണ്ട്, എക്സ്പീരിയൻസും കാര്യങ്ങളും പറയാനുണ്ട്. നിങ്ങൾക്ക് ആർക്കും ഒന്നും പറയാനില്ല. നോ മാം, കുഞ്ഞിക്ക് ബട്ട് ഇതല്ല, അവക്ക് 3 months ചുമ ഉണ്ടായി. ലാസ്റ്റ് ഇതല്ലാന്ന് പറഞ്ഞു ഡോക്ടർ. അങ്ങനെ ആയതുകൊണ്ട് പറയാൻ വന്നില്ല. അവക്ക് കണ്ടിന്യൂസ് ഇപ്പൊ ഫീവർ ഇല്ല, ഫീവർ 2 weeks 3 weeks ഉണ്ടാവും. ഈ കഫ് പിന്നെ കോൾഡ് എന്തായാലും 3 months കണ്ടിന്യൂസ് ഉണ്ടാവും അവക്ക്. ബട്ട് ബ്ലഡ് ടെസ്റ്റ്, കഫ ടെസ്റ്റ് അതെല്ലാം ആക്കിയാലും പിന്നെ പറയും ഇല്ല പ്രശ്നമൊന്നും ഇല്ല, നോർമൽ ആയിട്ടില്ല ഇതെന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെ ആയതുകൊണ്ട് ഇതിലൊക്കെ എക്സാമ്പിൾ ആരിക്കഴിഞ്ഞ ഉണ്ടാന്ന് പറയുമ്പോ പറയാൻ പറ്റൂല. അത് ഇല്ലാന്ന് പറഞ്ഞ പിന്നെ അങ്ങനെ അതിൽ 70 ആളുകളോളം ഉണ്ട്, പേഴ്സൺസോളം ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട് ഇതിനകത്ത്. അതിനകത്ത് ആർക്കും ഒരാൾക്കും ഇല്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒന്ന് ഓർത്ത് വെക്കാൻ, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേട്ടിട്ടുണ്ട് മാം, പക്ഷേ കേട്ടിട്ടുണ്ട് മാഡം, ഇല്ല വന്നിട്ടില്ല. വന്നിട്ടില്ല. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് എന്ത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പൊ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ സ്കൂളില് പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ടെറ്റനസ് ആണ്. ടെറ്റനസ് കേട്ടിട്ടുണ്ടോ? ടെറ്റനസ് ആണെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ട് മാം. എന്റെ ഹസ്ബൻഡിന്റെ വാപ്പാക്ക് കാലില് ചെറിയൊരു മുറിവ് വന്നിട്ട് പിന്നെ അത് പഴുത്ത് 3 വിരൽ എടുക്കേണ്ടി വന്നു. എത്ര നാളായി? ഇപ്പം 1 വർഷത്തോളമായി. വാപ്പാക്ക് മെഡിസിൻ അലർജി ഉള്ളതുകൊണ്ട് ആദ്യമേ പോയില്ല ഹോസ്പിറ്റലില്. ഈ ഡയബറ്റിക് ആണ് ആള്. അപ്പം അത് കഴിഞ്ഞിട്ട് മെഡിസിൻ അലർജി ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയില്ല. പിറ്റേന്നായപ്പോ കാലങ്ങ് ഭയങ്കരമായിട്ട് വീർത്തിട്ട് പഴുത്ത് ഫുള്ള് കറുപ്പായി. അങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഈ വിരൽ എടുത്താലേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ ഇപ്പൊ എടുത്ത് 1 വർഷത്തോളമായി. മുറിവ് ചെറിയ മുറിവുണ്ട്, ഇപ്പം ഉണങ്ങിയിട്ടില്ല വലുതായിട്ട്. ഓക്കെ ഓക്കെ. അപ്പോ എന്താ പറയാ, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നോക്കാം എന്താണ് ടെറ്റനസ് എന്ന് നോക്കാം. പറഞ്ഞാൽ ശരിയാണ് കേട്ടോ, ആ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട് ഇതില്. ടെറ്റനസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത് ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. പിന്നെ ബാക്ടീരിയയുടെ പേരെന്താ രോഗം ഉണ്ടാക്കുന്നത്? ക്ലോസ്ട്രിഡിയം ടെറ്റനി. ക്ലോസ്ട്രിഡിയം ടെറ്റനി. ഓക്കെ, എഴുതിയെടുക്കുക കേട്ടോ. ക്ലോസ്ട്രിഡിയം. ഞാൻ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഓക്കെ, അപ്പോ എന്താ പറയാ, ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ഇതും ബാക്ടീരിയ ആണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിൽ നമ്മൾ മണ്ണിൽ ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയ ആണ്. മണ്ണുണ്ടല്ലോ, നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെയുള്ള മണ്ണുണ്ടല്ലോ, മണ്ണിൽ ഉണ്ടാകുന്ന ബാക്ടീരിയ ആണ് എന്ത്, ഈ ഒരു ബാക്ടീരിയ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾ ചെളിയിലൊക്കെ കളിക്കുമ്പോൾ, മണ്ണിലൊക്കെ കുട്ടികൾ ചെരുപ്പിടാതൊക്കെ കളിക്കില്ലേ, അപ്പോ നമ്മുടെ കാലിന് മുറിവ് ഉണ്ടാവുകയാണെങ്കിൽ അതിലൂടെ രോഗാണു ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കും. ഇങ്ങനെയാണ് നമ്മുടെ അതായത് കുഞ്ഞുങ്ങളായാലും വലിയവരായാലും കാലിൽ ചെരുപ്പൊന്നും ഇടാതെ മണ്ണിലൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കാലിലൊക്കെ മുറിവുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ രോഗാണു എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് ബോഡിയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ലക്ഷണങ്ങൾ, ഇതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ മസിൽസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് മാംസപേശികളുണ്ട്, നമ്മുടെ മസിൽസ് ഒക്കെ വലിഞ്ഞു മുറുകി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാതെ വരിക, ചലിക്കാൻ പറ്റാതെ വരിക, ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ട് വരിക. അതുപോലെ തന്നെ നമ്മുടെ മുഖം ഉണ്ടല്ലോ, നമ്മുടെ മുഖത്തെ, നമ്മുടെ ഫേസിലെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭാഗത്ത് കാണുന്ന വായിലെ മസിൽസ് ഒക്കെ വലിഞ്ഞു മുറുകി ടൈറ്റ് ആകും, ഭയങ്കരമായിട്ട് ടൈറ്റ് ആകും കേട്ടോ. ഈ ഭാഗത്തുള്ള മസിൽസ് ഒക്കെ വലിഞ്ഞു മുറുകി ഭയങ്കരമായിട്ട് ടൈറ്റ് ആവും. അതുകൊണ്ട് തന്നെ ഇതിനെ ലോക്ക് ജോ എന്ന് പറയുക, ലോക്ക് ജോ എന്നും കൂടി ഇതിനെ പറയാറുണ്ട്. പിന്നെ ഇതിന്റെ മറ്റൊരു പേരാണ്, പ്രായമായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഈ പേരായിരിക്കും കൂടുതലായിട്ട് പറയാ, കുതിരസന്നി എന്ന് പറയും കേട്ടോ. ടെറ്റനസിനെ കുതിരസന്നി എന്നും കൂടി പറയാറുണ്ട്. പിന്നെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവും, ശ്വാസകോശം ടൈറ്റ് ആകും, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരാം. അതുപോലെ തന്നെ ശ്വാസകോശം ടൈറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ 5-6 ഡോസുകളിലായിട്ടാണ് എന്ത് കൊടുക്കുക, നമ്മൾ ഇതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുക. ആഴത്തിലും മുറിവുകൾ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾക്കിപ്പോ ഒരു മുറിവ് ഉണ്ടായെന്ന് വിചാരിക്കുക, മുറിവ് ആഴത്തിലുള്ള ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു മുറിവാണെങ്കിൽ 10 വർഷം കൂടുമ്പോൾ ഇതിന്റെ വാക്സിൻ നമ്മൾ എടുക്കേണ്ടതാണ്. പിന്നെ ഗർഭിണികളിൽ, അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് 2 പ്രാവശ്യം നമ്മൾ ഇത് എടുക്കാറുണ്ട്. നിങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും, PT എടുത്തിട്ടുണ്ടാവും 2 പ്രാവശ്യം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത്. ഒന്ന് ഓർത്തു നോക്കിയേ. എടുത്തിട്ടുണ്ടെന്ന്. എടുത്തിട്ടുണ്ടല്ലേ? എല്ലാവരും TT എടുത്തിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ് പ്രഗ്നന്റ് ലേഡീസിനെ TT എടുക്കുന്നേ? കുഞ്ഞിന് വരാതിരിക്കാൻ. ന്യൂബോൺ ബേബീസിന് ഈ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രഗ്നന്റ് ലേഡീസിലെ TT എടുക്കുന്നത് 2 പ്രാവശ്യമായിട്ട്. പിന്നെ അതുപോലെ തന്നെ അനദർ നെയിം, ഇതിന്റെ മറ്റൊരു പേരെന്ന് പറഞ്ഞില്ലേ? ലോക്ക് ജോ, കുതിരസന്നി എന്നൊക്കെ പറയാറുണ്ട്. ലോക്ക് ജോ, LOKJAW, ലോക്ക് ജോ. പിന്നെ കുതിരസന്നി. പിന്നെ അതുപോലെ തന്നെ കൊച്ചുകുട്ടികളെ മൃഗങ്ങളൊക്കെ കടിക്കുമല്ലോ, ഇപ്പൊ പൂച്ച, അതുപോലെ തന്നെ പട്ടി, അവരുടെയൊക്കെ നഖമൊക്കെ എന്താണ് കൊച്ചുകുട്ടികൾക്ക് കൊള്ളാറുണ്ട്, അല്ലെങ്കിൽ വലിയവർക്കൊക്കെ വരാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഉടനെ പോയി TT എടുക്കാണ് ചെയ്യുക അല്ലെ? അങ്ങനെ ചെയ്യാറില്ലേ നിങ്ങള്? പട്ടി കടിക്കുമ്പോഴോ പട്ടിയുടെ നഖം കൊള്ളുമ്പോഴോ ചെയ്യാറുണ്ട്. അല്ലെ? അതായത് പ്രത്യേക കാരണം അത് എങ്ങനെയാണ്, അതായത് ഇവരുടെ നഖത്തിനുള്ളില് അല്ലെങ്കിൽ ഇവരുടെ എന്താ പറയാ, ഇവര് കടിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ കൂടുതൽ TT എടുക്കുക. അതായത് ഇവരുടെ നഖം കൊണ്ട് ഇപ്പോ നമ്മളെ മാന്തുമ്പോൾ, അല്ലെങ്കിൽ കൊച്ചുകുട്ടികളൊക്കെ മാന്തുമ്പോൾ, ഈ പട്ടിയും പൂച്ചയൊക്കെ നടക്കുന്നത് മണ്ണിലാണ് അല്ലെ? അപ്പോ അവരുടെ നഖത്തിന്റെ ഇടയില് ഈ മണ്ണിൽ നിന്ന് ഈ ഒരു ഈ ഒരു ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന് പറയുന്ന ആ രോഗാണു ഈ പട്ടിയുടെ ആയാലും പൂച്ചയുടെ ആയാലും നഖത്തിന്റെ ഒക്കെ ഇടയിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഓക്കെ, അപ്പോ ഡയറക്റ്റ് ആയിട്ട് ഇവ നഖം കൊണ്ട് മാന്തുമ്പോൾ മുറിവുണ്ടാവുകയും ആ മുറിവിലൂടെ ഈ രോഗാണു അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഇവയ്ക്ക് മാന്തുമ്പോൾ ഉടനെ പോയി നമ്മൾ എന്ത് എടുക്കുന്നേ, TT എടുക്കുന്നത് കേട്ടോ. അതും ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ടെറ്റനസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇത്രയധികം സിംറ്റംസ് ഉണ്ടായിരുന്നോ? അൻസി അല്ലേ എന്നോട് പറഞ്ഞത്? സിംറ്റംസ് ഇത്രയും ഇതൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് സ്മെല്ലൊന്നും പിടിക്കത്തില്ല, ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു, ഉറക്കമില്ലായിരുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലേ? ഓക്കെ. എത്ര പ്രാവശ്യം TT എടുക്കുമെന്ന് പറഞ്ഞു മാം? TT അതായത് ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ 1 പ്രാവശ്യം എടുക്കുന്നുള്ളൂ. പോയി പിന്നെ നമ്മള് പ്രഗ്നന്റ് ലേഡീസിന് 2 പ്രാവശ്യം മുൻകൂട്ടി എടുക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
പിന്നെ ഡീപ്പായിട്ടുള്ള മുറിവുണ്ടെങ്കിൽ 10 വർഷം കൂടുമ്പോൾ ടി ടി എടുക്കുന്നത് നല്ലതാണ്, അങ്ങനെയും പറയുന്നുണ്ട്. ഓക്കെ, മുറിവിന്റെ എത്രയാണോ മുറിവ് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുക. ആ മാം, ഡോക്ടേഴ്സ് കുറെ അങ്ങനല്ല, ഇങ്ങനെ ഫാമിലി ഡോക്ടേഴ്സ് ഉണ്ടായവര് അവര് പറയാല് സജഷൻ കൊടുക്കലുണ്ട്, ഇയർലി വൺസ് എടുത്താലും നല്ലതെന്ന് പറയും. നമ്മളെ ഫാമിലി ഡോക്ടർ അങ്ങനെ പറയും. അപ്പൊ ഇയർലി എടുക്കലുണ്ട് ടി ടി എടുക്കാറുണ്ട് അല്ലെ? ഓക്കെ, അങ്ങനെയും എടുക്കാം, കുഴപ്പമില്ല. ഇനി ദെൻ അടുത്ത നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. പോളിയോ മൈലൈറ്റിസ്, ഇൻഫാന്റൽ പാരാലിസിസ്, പോളിയോ മൈലൈറ്റിസ്. ഓക്കെ, റീഡ് ചെയ്തോളൂ. ആരാ റീഡ് ചെയ്യാ? ഞാൻ വായിക്കട്ടെ. ആ, പോളിയോ മൈലൈറ്റിസ്, infantile paralysis. The polio vaccine is given along with the 3 DPT doses followed by 2 boosters, one at 1.5 years and the second at 4.5 years. എന്താ പറയുന്നത് അവിടെ രമ്യ? അവിടെ ആ വാക്സിന് ഒരു വാക്സിൻ കൊടുക്കണത് 1.25 years ആവുമ്പോഴും polio vaccine is given with 3 DPT doses ആയിട്ടാണ് കൊടുക്കണം. അപ്പോ അങ്ങനല്ലേ? പോളിയോ വാക്സിൻ കൊടുക്കുന്നത് എപ്പോഴാണ്? DPT ഡോസസിന്റെ കൂടെയാണ്, ബൂസ്റ്റേഴ്സിന്റെ കൂടെയാണ് കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഒരെണ്ണം എപ്പോഴാണ്? ഒരെണ്ണം എപ്പോഴാണ്? 1.5 yearsലും സെക്കൻഡ് 4.5 years, 4.5 കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോ പോളിയോ മൈലൈറ്റിസ്, നിങ്ങൾ പോളിയോ അസുഖം നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ? പോളിയോ അസുഖം ബാധിച്ചവരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? അവരുടെ കാലൊക്കെ കുഴഞ്ഞ് വണ്ണല്ലാതെ നിൽക്കും. പാരലൈസ്ഡ് ആയിരിക്കും അല്ലെ കുറച്ച്, അല്ലെ? ചിലപ്പോ ആ ഒരു ഭാഗത്തിന് ചലനശേഷി ഉണ്ടാവില്ല. ചിലപ്പോ കൈക്കാകാം, അല്ലെങ്കിൽ കാലിനാകാം, അല്ലെങ്കിൽ അരയ്ക്ക് കീഴ്പോട്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ഉണ്ടാവുക. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പോളിയോ അസുഖം. ഇതിന്റെ പഴയൊരു പേര്, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പിള്ളവാദം എന്ന് പറയും. പണ്ട് കാലത്ത് അറിയപ്പെടുന്ന പേരാണ് പിള്ളവാദം അഥവാ പോളിയോ മൈലൈറ്റിസ്. ഓക്കെ, ഇതൊരു വൈറസ് അണുബാധയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതൊരു വൈറസ് അണുബാധയാണ് കേട്ടോ. വൈറൽ ഡിസീസ് ആണ് എന്ത് പോളിയോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇതിന് ചികിത്സ ഇല്ല. രോഗം വന്നു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? രോഗിയെ ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് പറ്റില്ല, അല്ലെ? നിങ്ങളിപ്പോ പറഞ്ഞു, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ? അവരെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ തന്നെ ഉണ്ടാവും അല്ലെ? എപ്പോഴും ചികിത്സയില്ല. ഇപ്പൊ എന്താ പറയാ, പിന്നെ അതുപോലെ തന്നെ ഇതൊരു നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. നമ്മുടെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഈ ഒരു പോളിയോ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ചലനശേഷി അഫക്റ്റ് ചെയ്യും. അതായത് നമുക്ക് കൈകാലുകൾ ചലിപ്പിക്കാൻ പറ്റാതെ വരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിനെ ബാധിക്കാം. അങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് ഒക്കെ ഇതിന് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, പ്രോപ്പറായിട്ട് നമ്മള് കുട്ടികൾക്ക്, അല്ലെങ്കിൽ ചെറുപ്രായത്തിലുള്ള കുട്ടികൾക്ക് ഡോസ് ഈ ഒരു പോളിയോ ഈ വാക്സിൻ നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഒരുവിധം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രോഗത്തെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് കേവലം സപ്പോർട്ടീവ് മാനേജ്മെന്റ് മാത്രമാണ് കൊടുക്കാൻ കഴിയുക. ട്രീറ്റ്മെന്റ് നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ ചികിത്സ നമുക്ക് ഇല്ലെന്ന് തന്നെ പറയാം. സപ്പോർട്ടീവ് മാനേജ്മെന്റ് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാനായിട്ട് സാധിക്കുക കേട്ടോ. അതും കൂടി ഉണ്ട്. പിന്നെ പറയാനുള്ളത്, നമ്മള് ഇപ്പൊ പണ്ടത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു കൂടുതലും ഇത് പണ്ട് കാലത്തൊക്കെ ആയിരുന്നു. അതായത് ഒരു വീട്ടിൽ തന്നെ, അതായത് ജോയിന്റ് ഫാമിലി ഉള്ള വീടുകളായിരുന്നു അധികം. അവിടെ തന്നെ കുട്ടികൾ 5 or 6 കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ പാരന്റ്സിൽ എന്ന് പറഞ്ഞാല് പണ്ടത്തെ കാലം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ,
പ്രോപ്പർ ആയിട്ട് മരുന്നിനൊന്നും കൊണ്ടുപോവാറില്ല, ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോവാറില്ല. ചികിത്സ പച്ച മരുന്നുകളൊക്കെ അരച്ച് കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. അപ്പൊ എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ വാക്സിൻ ഒക്കെ കൃത്യമായിട്ട് കൊടുക്കാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് കൂടുതലും ആളുകൾക്ക് ഈ ഒരു രോഗം വരാനുള്ള കാരണം. നമ്മൾ പ്രോപ്പറായിട്ട് വാക്സിൻ, ഇതിന്റെ പോളിയോ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാല് പ്രിവെന്റ് ചെയ്യാവുന്ന ഒരു രോഗമാണിത് ഈ ഒരു പോളിയോ മൈലൈറ്റിസ് എന്ന് പറയുന്നത് കേട്ടോ. വന്നു കഴിഞ്ഞാൽ ഇതിന് ചികിത്സയില്ല. മറ്റു രോഗങ്ങളെ പോലെയല്ല, വന്നു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വരാതെ നമ്മൾക്ക് ഇത് തടയാനായിട്ട് സാധിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഫിസിയോതെറാപ്പിയാണ് ഇതിന്റെ ചികിത്സ എന്ന് പറഞ്ഞ മാഡം. എന്താണ്? ഫിസിയോതെറാപ്പിയാണ് ഇതിന് ചികിത്സ എന്ന് ഇതിന്റെ ഇടയിൽ അപർണ മാഡം എടുത്തായിരുന്നു ഇത്. ഫിസിയോതെറാപ്പിയോ? അത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് പറയാൻ പറ്റില്ല. പൂർണ്ണമായിട്ട് നമുക്കത് ചെയ്തു കഴിഞ്ഞിട്ട് അത് പൂർണ്ണമായിട്ട് റിക്കവർ ആയി വരുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെയാണ് ആളുകളെ കാണാനായിട്ട് സാധിക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾ ചുറ്റുവട്ടത്തൊന്ന് അന്വേഷിച്ച് നോക്കൂ. പോളിയോ ബാധിച്ചവരുടെ എണ്ണം എത്രയാണ്, അവർക്ക് എന്തെങ്കിലും റിക്കവർ വന്നിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിച്ച് നോക്കൂ കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് റിക്കവർ ആയിട്ട് വന്നിട്ടുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അത് മാം, അത് അവർക്ക് ഇവിടെ എന്റെ ഫ്രണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഇതുപോലെ എന്താണ്? എന്റെ ഫ്രണ്ടിന് ഇതുപോലെ ചെറുപ്പത്തിൽ വന്നതായിരുന്നു. എന്നിട്ട് അവള് ഒരു വർഷം കംപ്ലീറ്റ് തളർന്നു പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കണ്ടിന്യൂ ഇങ്ങനെ ആയുർവേദം പിന്നെ അതുപോലെ ഫിസിയോതെറാപ്പി ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് അവള് എണീറ്റ് നടക്കല് തുടങ്ങി. പക്ഷെ ഇപ്പോഴും ആ കാല് ഇങ്ങനെ വലിച്ചു വെച്ചിട്ട് തടി ഇല്ലാണ്ടാണ് ആ കാല്. അത്ര കംപ്ലീറ്റ് റിക്കവർ ആയി. അതായത് നമ്മുടെ നെർവസ് സിസ്റ്റത്തെയാണ് അത് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചലനശേഷി അത് അഫക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ടും റിക്കവർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു രോഗമാണ് പോളിയോ മൈലൈറ്റിസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾക്കിത് ചെയ്യേണ്ട കാര്യം എന്താണ്? കറക്റ്റ് ആയിട്ട് കുട്ടികൾക്ക് ആ സമയത്ത് നമ്മൾ ഈ ഒരു വാക്സിൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, തന്നെ അടുത്തത് മീസിൽസ്. മീസിൽസ് ആരാ വായിക്കാം, റീഡ് ചെയ്യാം? മീസിൽസ് ഞാൻ വായിക്കാം. എക്സ്പ്ലെയിൻ ചെയ്യണോട്ടോ എന്നിട്ട്. Measles. The baby is immunized against measles between the age of 9 and 12 months and a booster in the form of MMR vaccine at 15 to 18 months. Should there be an epidemic of measles in the area, or should a family member get measles before the baby has been immunized? The doctor usually immunizes the baby to protect it from the catching it or keep the case from becoming a bad one if the baby before had it. എന്താ പറയുന്നേ? ബേബി ഇമ്മ്യൂണൈസേഷൻ മീസിൽസിന്റെ ഇമ്മ്യൂണൈസേഷൻ എടുക്കേണ്ടത് 9 to 12 മന്ത്സിലാണ്. ബൂസ്റ്റർ 15 to 18 മന്ത്സിൽ MMR ഫോമിൽ വാക്സിൻ എടുക്കണം. അവിടെ മീസിൽസിന്റെ സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അഞ്ചാം പനിയുടെ ഇതുണ്ടെങ്കിൽ, ഓർ ഇൻ ദ ഫാമിലി ഏരിയയിലോ ഫാമിലിയിലോ എന്തെങ്കിലും ഇതിന്റെ അഞ്ചാം പനിയുടെ സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ യൂഷ്വലി immunizes the baby to protect ബേബിക്ക് അത് കിട്ടണേക്ക് മുമ്പ് തന്നെ അതിൻ്റെതായ ഇമ്മ്യൂണൈസേഷൻ എടുക്കണം എന്നാണ് ഡോക്ടർ the doctor usually immunizes the baby to protect it from catching it. Okay. അതായത് കുഞ്ഞിന് 9 മുതൽ 12 മാസം വരെ പ്രായമുള്ള സമയത്ത് കുഞ്ഞിന് മീസിൽസ് പ്രതിരോധ കുത്തിവയ്പ്പും അതുപോലെ 15 to 18 മന്ത്സിലായിട്ട് MMR വാക്സിൻ രൂപത്തില് ഒരു ബൂസ്റ്ററുമാണ് കുട്ടിക്ക് കൊടുക്കുന്നത്. MMR എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, മീസിൽസ്, മംസ്, റുബല്ല. അതായത് 3 രോഗങ്ങളുണ്ട്. മീസിൽസ് ഉണ്ട്, മംസ് ഉണ്ട്, റുബല്ല ഉണ്ട്. ഈ 3 രോഗങ്ങൾക്കും ഒരു ഒറ്റ ഇതില് MMR എന്ന് പറയുന്ന വാക്സിൻ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് മീസിൽസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം. മീസിൽസ് എന്ന് പറയുന്ന രോഗം മീസിൽസ് വൈറസ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ്. മീസിൽസ് വൈറസ് കേട്ടോ. അപ്പൊ വൈറസിന്റെ പേര് മീസിൽസ് വൈറസ് എന്നാണ്. ഓക്കെ,
അല്ലെങ്കിൽ മീസോ വൈറസ് എന്നും പറയാറുണ്ട് അതിനെ കേട്ടോ. കുട്ടികളിലാണ് ഈ രോഗം സാധാരണ കണ്ടുവരാറുള്ളത്. മുതിർന്നവരെക്കാളും കൂടുതൽ ആർക്കാണ്? കുട്ടികളിലാണ് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. രോഗബാധിതരായിട്ടുള്ള ആളുകളുടെ ചുമയിലൂടെയും തുമ്മലിലൂടെയും സ്രവങ്ങൾ അല്ലെങ്കിൽ ഡ്രോപ്സ് എന്ത് ചെയ്യുന്നു? വായുവിലൂടെ എയറിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യുന്നു? പകരുന്നു. ഓക്കെ, സ്പ്രെഡ് ചെയ്യുന്നു. ഈ മീസിൽസ് ബാധിച്ച ഒരു വ്യക്തിക്ക് പനി ഉണ്ടാവും, 3-4 ദിവസം പനി ഉണ്ടാവും. 5-ാം ദിവസം ആകുമ്പോൾ ശരീരത്തില് ചുണങ്ങു പോലെയുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടാനായിട്ട് തുടങ്ങും. കറക്റ്റ് 5th ഡേയിൽ കേട്ടോ, 5-ാമത്തെ ദിവസം. ആദ്യത്തെ 3-4 ദിവസം പനി ഉണ്ടാവും, ചുമ ഉണ്ടാവും. 5-ാമത്തെ ദിവസം പനിയോട് കൂടി അല്ലെങ്കിൽ ചുമയോട് കൂടിയിട്ട് ചുവന്ന തടിച്ച പാടുകള് ഉണ്ടാവും. ഓക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ചെവിയുടെ ബാക്ക് പോർഷൻ ഉണ്ടല്ലോ, ഈ ബാക്ക് സൈഡില് ഈ ഒരു ചുണങ്ങ് പോലെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും. ശ്രദ്ധിച്ചാൽ മതി. 5-ാമത്തെ ദിവസം, കറക്റ്റ് 5-ാമത്തെ ദിവസമാണ് കേട്ടോ ഈ ഒരു ചുവന്ന ചുണങ്ങ് പോലുള്ള കാര്യങ്ങൾ വരാനായിട്ട് തുടങ്ങുന്നത്. അത് ചെവിയുടെ ബാക്കിൽ ഉണ്ടാകും. പിന്നെ ഡീഹൈഡ്രേഷൻ മൂലം ലൂസ് മോഷൻ ഉണ്ടാവാം, വയറിളക്കം ഉണ്ടാവാം. അതുപോലെ തന്നെ ഇത് സീരിയസ് ആകുമ്പോൾ, അതായത് രോഗിക്ക് ഇതിന്റെ സിവിയറിറ്റി കൂടുമ്പോൾ രോഗി ഐസൊലേഷനിലാക്കുകയും വെന്റിലേറ്റർ ചികിത്സ ആവശ്യമായും വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് മീസിൽസ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോ പ്രദേശത്ത്, അതായത് ഒരു ഏരിയയില് 5-ാം പനി പകർച്ച, അതായത് 5-ാം പനി എന്ന് പറയാറുണ്ട് അതിനെ. അതായത് 5-ാമത്തെ ദിവസം ഈ ചുണങ്ങ് പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ടാണ് ഇതിനെ 5-ാം പനി എന്ന് പറയുന്നത്, മീസിൽസിനെ. അപ്പോ കുഞ്ഞിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അതായത് ഈ ഒരു അതായത് പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൊടുക്കാറുണ്ട്. അതായത് കുഞ്ഞിന് മാത്രമല്ല ഫാമിലിയിലുള്ളവർക്കും അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുത്തിവയ്പ്പുകളും മരുന്നുകളൊക്കെ ഡോക്ടർ സജസ്റ്റ് ചെയ്യാറുണ്ടെന്ന് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ ദെൻ നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ സോങ്ങോ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും റോൾ പ്ലേയോ എന്തെങ്കിലും ആക്ടിവിറ്റീസോ എന്തെങ്കിലും ഉണ്ടോ കാണിക്കാനായിട്ട്? നമ്മുടെ ക്ലാസ് മാത്രം എടുത്തു പോയാൽ ശരിയാവില്ല, അതുകൊണ്ടാ ചോദിക്കുന്നേ. എന്തെങ്കിലും ചെയ്ത ആക്ടിവിറ്റീസ് ഉണ്ടോ ക്ലാസ് തുടങ്ങിയതിന് ശേഷം? ഡെയിലി റുട്ടീൻ ഉണ്ടായിരുന്നു. എന്താണ് വീക്കിലി റൊട്ടീൻ, ഫുഡ് റൊട്ടീൻ. അതെന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എല്ലാരും കാണിച്ചായിരുന്നോ? കുറച്ചാൾക്കാർ കാണിച്ചു. നോ മാം. എല്ലാരും റെഡി ആണോ? നമുക്കൊന്ന് കാണാം. കുറച്ചു നേരമുണ്ട്, 15 മിനിറ്റ് ഉണ്ട് ഇനി. ഓക്കെ, ആരാ കാണിക്കുന്ന ആദ്യം? കാണിക്കാത്തവരല്ലേ കാണിക്കണ്ടേ? അതെ, കാണിക്കാത്തവര് കാണിക്കുക കേട്ടോ. കുറച്ചു പേരുടെ ഞാൻ 2 ക്ലാസ്സുകളിലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊന്നും കാണിക്കാൻ നോക്കുക. എന്നാ ഞാൻ കാണിക്കട്ടെ. രമ്യ രാജേഷ് കാണിച്ചോളൂ. ഇത് ബാക്ക് ക്യാമറ ശരിയാവല്ലോ, ഒരു മിനിറ്റ്. ഞാൻ കാണിക്കട്ടെ. ഷഹാന കാണിച്ചോളൂ.
കാണുന്നുണ്ടോ മാം? കാണുന്നുണ്ട്. സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം, ചിക്പീസ് കറി. മിഡ് മോർണിംഗ് വാട്ടർമെലൺ. ലഞ്ച് ഗീ റൈസ്, ചിക്കൻ. സ്നാക്ക് ബനാന ഫ്രൈ. ഡിന്നർ ചപ്പാത്തി എഗ് കറി. മൺഡേ പുട്ട് പീ കറി. ആപ്പിൾ മിഡ് മോർണിംഗ് ആപ്പിൾ. ലഞ്ച് റൈസ് ഫിഷ് കറി ഫിഷ് ഫ്രൈ. സ്നാക്ക് വീറ്റ് ഫ്ലോർ അട വീറ്റ് ഫ്ലോർ അട. ഡിന്നർ ദോശ ഫിഷ് കറി. ട്യൂസ്ഡേ ഇഡ്ലി ചട്നി. മിഡ് മോർണിംഗ് പൈനാപ്പിൾ ജ്യൂസ്. ലഞ്ച് റൈസ് സാമ്പാർ ബീട്രൂട്ട് തോരൻ. സ്നാക്ക് അമൃതം പൗഡർ ലഡു. ഡിന്നർ രാഗി ദോശ. വെനസ്ഡേ ദോശ സാമ്പാർ. മിഡ് മോർണിംഗ് ബോയിൽഡ് എഗ്. ലഞ്ച് റൈസ് ആഷ് ഗോഡ് കറി ഫിഷ് ഫ്രൈ. സ്നാക്ക് ബ്രെഡ് പീനട്ട് ബട്ടർ. ഡിന്നർ റൈസ് കറി ഫിഷ് ഫ്രൈ. തേഴ്സ്ഡേ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം എഗ് കറി. മിഡ് മോർണിംഗ് ഡേറ്റ്സ് ആൻഡ് മിൽക്ക്. ലഞ്ച് റൈസ് ലെറ്റ്യൂസ് അഥവാ ചീര ചിക്കൻ ഫ്രൈ. സ്നാക്ക് സ്റ്റീംഡ് ബനാന. ഡിന്നർ വെജിറ്റബിൾ സാലഡ്. ഫ്രൈഡേ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി പൊട്ടറ്റോ ഗ്രേവി. മിഡ് മോർണിംഗ് ബ്രെഡ്. ലഞ്ച് കോക്കനട്ട് റൈസ് ബീഫ് കറി. സ്നാക്ക് വീറ്റ് ഫ്ലവർ പൂവട. ഡിന്നർ ചപ്പാത്തി ബീഫ് കറി. സാറ്റർഡേ ബ്രേക്ക്ഫാസ്റ്റ് പൂരി ഒനിയൻ ഗ്രേവി. മിഡ് മോർണിംഗ് എഗ് ഓംലെറ്റ്. ലഞ്ച് റൈസ് ഡ്രം സ്റ്റിക്ക് ക്യാരറ്റ് തോരൻ ഫിഷ്. സ്നാക്ക് ബ്രെഡ് ഓംലെറ്റ്. ഡിന്നർ വീറ്റ് ഉപ്പുമാവ്. കഴിഞ്ഞു മാം. ഓക്കെ വെരി ഗുഡ്. അടുത്ത ഞാൻ കാണിക്കാം മിസ്സേ. ഓക്കെ. പിൻ ചെയ്യണോ? എന്താ മിസ്സേ? പിൻ ചെയ്യാം കേട്ടോ. അഞ്ജു അല്ലേ? അഞ്ജു. അതെ മിസ്സേ. കാണിച്ചോളൂ കേട്ടോ. ക്യാമറ എങ്ങനെ ഓൺ ആക്കണേ? വീഡിയോ ഓൺ ആക്കിയാൽ മേലെ ഭാഗത്ത് വരും ഒരു ആരോ, അത് നോക്കിയാൽ മതി. സൺഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും. ക്യാമറ അവിടെ സ്പീക്കറിന്റെ അടുത്ത് തന്നെ ക്യാമറ കാണിക്കുന്നില്ല, അതിനെ ടാപ്പ് ചെയ്താൽ മതി. കാണണില്ലേ മിസ്സേ? ഇല്ല, കാണാൻ പറ്റുന്നില്ല. നമ്മൾ മ്യൂട്ട് അൺമ്യൂട്ട് ആക്കുന്നതിന്റെ ഇടത് ഭാഗത്തുള്ള വീഡിയോ ഓൺ ആക്കും. ഒന്ന് പറഞ്ഞു കൊടുക്കൂ കേട്ടോ, ഒന്നും കൂടി പറഞ്ഞു കൊടുക്കൂ ഷഹാന. മ്യൂട്ടും അൺമ്യൂട്ടും ആക്കൂലേ, അതിന്റെ ഇടത് ഭാഗത്തുള്ള വീഡിയോ ഓൺ ആക്കും ഓഫ് ആക്കും ചെയ്യുന്ന ഒരു ഇത് ഒന്ന് അമർത്തു. കണ്ടോ? അല്ല, അഞ്ജുവിനോട്. അതെ, കേൾക്കുന്നുണ്ടോ? അഞ്ജു കേൾക്കുന്നുണ്ടോ? അഞ്ജു പോയോ? അഞ്ജു കേൾക്കുന്നുണ്ട്. ഉണ്ട്, പക്ഷെ ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് പിക്ചർ എനിക്ക് ഫോണിൽ കൂടി കാണാൻ പറ്റുന്നുണ്ട്. മിസ്സിന് കാണാൻ പറ്റണില്ലേ? കാണാൻ പറ്റുന്നില്ല. അയ്യോ, എങ്ങനെ ചെയ്യണേന്ന് അറിഞ്ഞൂടല്ലോ.
എന്നാ പിന്നെ വീഡിയോ ഓണാക്കിയോ? ഉണ്ടാവില്ല. കുഴപ്പമില്ല, എന്നാ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്താൽ മതി, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ മിസ്സേ. ഓക്കെ, അടുത്തതാരാ? ഞാൻ ചെയ്യാം മിസ്സേ. ആരാ? സപ്ന. അതെ. ക്യാമറ ക്ലിയർ ആണോ? ഇല്ല, ഓണല്ല. കാണുന്നില്ല. കാണുന്നില്ല. നിങ്ങക്ക് കാണുന്നുണ്ടോ? ഇല്ല. കാണുന്നില്ലേ? ക്യാമറ ഓൺ ആണല്ലോ. ബാക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് കാണിക്കുന്നുണ്ട് ഞാന്. ആർക്കും കാണുന്നില്ല? ഇല്ല ഇല്ല കാണുന്നില്ല. സപ്ന ശരിയാവുന്നില്ലേ? പിൻ ചെയ്യണോ മിസ്സേ? പിൻ ചെയ്യണോന്നോ? പിൻ ചെയ്യണോ? പിൻ ചെയ്തിട്ട് ക്യാമറ ഓൺ ആവുന്നില്ലല്ലോ. ഒരു പിന്നെ ഓഫ് ആകാൻ പറഞ്ഞത്. ഓക്കെ, ക്യാമറ ഓൺ ആവുന്നവരാരെങ്കിലും, പക്ഷെ ഇവിടെ കാണാൻ പറ്റുന്നില്ല. എന്താണാവോ പ്രശ്നം? എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേനെ. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ക്യാമറ ഓൺ ചെയ്ത് കാണിക്കാൻ പറ്റുന്നവരാരെങ്കിലും ഉണ്ടോ? ഞാൻ ചെയ്ത് നോക്കാം. ഡാറ്റ വിടാൻ വേണ്ടിട്ട് ബാക്ക് ക്യാമറ സപ്പോർട്ട് ആവുന്നില്ല തോന്നുന്നു മാം. എന്താണ്? ബാക്ക് ക്യാമറ സപ്പോർട്ട് ആവുന്നില്ല തോന്നുന്നു. കാണുന്നുണ്ട്. വായിക്കട്ടെ? വായിച്ചോളൂ. സൺഡേ ദോശ ചട്നി, ലഞ്ച് റൈസ് ബീൻസ് വറവ് മസാലക്കറി, സ്നാക്ക് കുക്കീസ്, ടീ, ഡിന്നർ റൈസ് മസാലക്കറി എഗ് ഓംലേറ്റ്. മൺഡേ ചപ്പാത്തി മസാലക്കറി, റൈസ് പുളിങ്കറി അച്ചാർ, ടീ കേക്ക്, റൈസ് പുളിങ്കറി ഫിഷ് കറി. ട്യൂസ്ഡേ പുട്ട് കടലക്കറി, റൈസ് ചമ്മന്തി രസം കറി, ടീ ഉള്ളിവട, റൈസ് രസം കറി പപ്പടം. വെൻസ്ഡേ ഇഡ്ലി സാമ്പാർ, റൈസ് സാമ്പാർ പപ്പടം, ടീ മിക്സ്ചർ, റൈസ് സാമ്പാർ. Thursday അവിലുപ്മാവ് ബനാന, റൈസ് പുളിങ്കറി കാബേജ് വറവ്, ടീ പഴംപൊരി, റൈസ് പുളിങ്കറി ഫിഷ് കറി. ഫ്രൈഡേ ഇലേട സാമ്പാർ, റൈസ് പപ്പടം, ടീ കുക്കീസ്, റൈസ് സാമ്പാർ. സാറ്റർഡേ പൂരി ബാജി കറി, റൈസ് ചിക്കൻ കറി, ടീ കേക്ക് കുക്കീസ്, റൈസ് ചിക്കൻ കറി. അതല്ലാതെ വേറൊരു ചാർട്ട് ഇതുപോലെ ചെയ്തു. അടിപൊളിയായിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തൊരു അസൈൻമെന്റ് തരാം. ഇത് ആക്ടിവിറ്റി ആയിട്ടാണല്ലോ ചെയ്തേ. ഒരു അസൈൻമെന്റ് തരാം നിങ്ങൾക്ക്. അതായത് ജനിച്ച ഉടനെ തുടങ്ങി 15 വയസ്സ് വരെ കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിൻസ് ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് തയ്യാറാക്കുക കേട്ടോ. പ്രിപ്പയർ ആൻ ഇമ്മ്യൂണൈസേഷൻ ചാർട്ട്. ഇതിനകത്ത് നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? ജനിച്ച അന്ന് തുടങ്ങി 15 വയസ്സ്, കുഞ്ഞിന് 15 വയസ്സ് പ്രായമാകുന്നത് വരെ ഏതൊക്കെ വാക്സിൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുക. അതൊരു കറക്റ്റ് ഒരു ചാർട്ട് പേപ്പറിൽ ടേബിൾ പോലെ തയ്യാറാക്കിയിട്ട് ഫോട്ടോ എടുത്തിട്ട് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇനി ചാർട്ട് പേപ്പർ ഇല്ലെങ്കിൽ സാധാരണ A4 ഷീറ്റിൽ ചെയ്താലും മതി. ഇപ്പൊ തുടങ്ങിയുള്ളതാണ് ജനിച്ച അന്ന് തുടങ്ങി 15 വയസ്സ് വരെ പ്രായമാകുന്നത് വരെയുള്ള ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് കേട്ടോ.
ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലാസ് റൂമിൽ ഇടുവല്ലോ. ആ ക്ലാസ് റൂമിൽ ഞാൻ ഇടാം. പ്രിപ്പയർ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ ചാർട്ട്, അതാണ് ടോപ്പിക് കേട്ടോ. അസൈൻമെന്റ് ചെയ്യാൻ ഒരു ബുക്ക് ഉണ്ടായിരുന്നു മാം, അതിലൊന്ന് ചെയ്താൽ മതിയോ? അതിനകത്ത് ചെയ്താലും മതി, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് ഏതൊക്കെ വാക്സിൻ ആണ് ഏത് പ്രായത്തിലാണ് കൊടുക്കുന്നതെന്ന് കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് എഴുതുക കേട്ടോ. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ കാണിക്കാനായിട്ട്? ഞാനുണ്ട് മിസ്സേ. അജിത ഒന്ന് പ്രസന്റ് ചെയ്തോളൂ. വാക്സിന്റെ പേര് മാത്രം മതിയാ? എന്താ? വാക്സിന്റെ പേരല്ലേ എഴുതാവുള്ളൂ? വാക്സിന്റെ പേര് എഴുതണം, ഏത് വയസ്സിലാണ് കുഞ്ഞിന് കൊടുക്കുന്നതെന്ന് എഴുതുക. ഓക്കെ ഓക്കെ. മിസ്സേ കാണാവോ? ബാക്ക് ക്യാമറ എന്റേത് ഓൺ ആകുന്നില്ല. കാണുന്നുണ്ട്, പക്ഷെ ക്ലിയർ അല്ല. കാണാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. ക്യാമറ ഭാഗം ഒരു മങ്ങലാണ്. ക്യാമറ ഭാഗം ഒന്ന് തുടച്ചു നോക്കൂ. ക്യാമറയുടെ ആ പോർഷൻ ഒന്ന് തുടച്ചു നോക്കിട്ടോ. ആകുന്നില്ല മിസ്സേ. കാണാൻ പറ്റുന്നില്ലേ? ആകുന്നില്ല. അല്ല മിസ്സേ, എന്നാ അടുത്ത ക്ലാസ് ചെയ്യാം മിസ്സേ. ഓക്കെ ഓക്കെ, അടുത്ത ക്ലാസ് ചെയ്യാം. ഓക്കെ ഓക്കെ. മാം ഞാൻ കാണിക്കട്ടെ? കാണിച്ചോളൂ. ആരാ പറഞ്ഞത്? ഞാനാണ് വിസ്മയ. വിസ്മയ, കാണിച്ചോളൂ. ബാക്ക് ക്യാമറ വന്നില്ല മിസ്സേ. എല്ലാവരുടെയും ബാക്ക് ക്യാമറക്ക് എന്ത് വെച്ചിരുന്ന്? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചാൽ മതി കേട്ടോ. എല്ലാവരുടെയും ബാക്ക് ക്യാമറക്ക് കുട്ടിച്ചാട്ടം പിടിച്ചു തോന്നുന്നു, ആരുടെയും ഓണല്ല. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കാം കേട്ടോ എല്ലാവരും. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ റുബെല്ല മംസിനെ കുറിച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹലോ, പറഞ്ഞോളൂ. അത് അസൈൻമെന്റ് എഴുതുന്ന ബുക്കിൽ എല്ലാ ടീച്ചർമാര് തരുന്നത് ഒരു ബുക്കിൽ തന്നെ എഴുതിയാ മതിയാ? എങ്ങനെയാണ്? വന്നിട്ട് പേര് മെൻഷൻ ചെയ്താൽ മതി, ആരാണ് തന്നെയെന്ന്. ഞാൻ തരുന്ന പ്രാക്ടിക്കൽസിനെ കുറിച്ച് അസൈൻമെന്റ്സ് ഞങ്ങള് നോക്കും, റെക്കോർഡ്സ് ഒക്കെ നോക്കുമ്പോൾ അതിന്റെ കൂട്ടത്തില് കാണിച്ചാൽ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞ അസൈൻമെന്റ് ആണെങ്കിൽ എന്നെ കാണിച്ചാൽ മതി. ഇപ്പൊ ഞാനത് മാർക്കിട്ട് തരും കേട്ടോ. ശരി, ഓക്കെ. ഞാൻ ടോപ്പിക്ക് കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, ഇന്ന് കൊടുക്കില്ല, നാളെ കൊടുക്കുള്ളൂ കേട്ടോ. ടോപ്പിക്ക് നാളെ കൊടുക്കുള്ളൂ, അടുത്ത ആഴ്ചക്കുള്ളിൽ സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. അസൈൻമെന്റ് ബുക്ക് അതേ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ മിസ്സേ, കേട്ടില്ലായിരുന്നു. അതിൽ തന്നെ ചെയ്താൽ മതി. അസൈൻമെന്റ് ബുക്ക് ഉണ്ടെങ്കിൽ അതിൽ തന്നെ അസൈൻമെന്റ് ചെയ്താൽ മതി. എന്നിട്ട് ഏത് മിസ്സാണോ തന്നത് അതൊന്ന് മെൻഷൻ ചെയ്താൽ മതി അവിടെ, മിസ്സുമാരുടെ പേര്. ഓക്കെ മിസ്, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു മാം. സൈൻ ഓഫ് ഒന്നും പറഞ്ഞില്ലായിരുന്നോ?